പറഞ്ഞ പോലെ ഇതാണ് ഗോണ്ടോല. ഈ ഗോണ്ടോലയിൽ കയറി മലയുടെ മുകളിലേക്ക് കയറാനായിട്ട് നമ്മൾ വരി നിൽക്കാണ്. ഇവിടെ ചെറിയൊരു വരിയുണ്ട്. ഈ വരിയിൽ നിന്ന് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. മാമത്ത് ലേക്കിലെ മൗണ്ടൻ്റെ മേലേക്ക് പോകാനായിട്ട് വരി നിൽക്കുകയാണ് നമ്മൾ. ഇനി ഉള്ളിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ, ഓരോ ഗോണ്ടോലയിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. സ്കീയിങ്ങിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ പോകും. അപ്പം നമ്മൾ ഇതിലേക്ക് കയറാനായിട്ട് ഇപ്പം ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, കറങ്ങി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർ പോകുന്നവർ വീണ്ടും സ്കീയിങ്ങിൽ താഴേക്ക് വന്നിട്ട് അവർ വീണ്ടും ഈ ഗോണ്ടോലയിൽ കയറി മുകളിൽ പോകും, എന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പം നമ്മുടെ ക്യാബിൻ വരാറായിട്ടുണ്ട്. ഇപ്പം കാണിച്ചു തരാം. ക്യാബിൻ വന്നു. നമ്മളുടെ ക്യാബിനിൽ നമ്മൾ കയറാണ്. നമ്മുടെ ക്യാബിനിൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മൾ മലമുകളിലേക്ക് പോകാനുള്ള യാത്ര തുടങ്ങാണ്. നമ്മുടെ ഗോണ്ടാലയിൽ കയറി ഇരുന്ന് കഴിഞ്ഞു. മലയുടെ മുകളിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപ്പൊ നമ്മള് മൗണ്ടന്റെ മേലേക്ക് കയറുകയാണ്. നമ്മളുടെ ഗോണ്ടോല ആ കേബിളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ മൗണ്ടന്റെ മേലേക്ക് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇതിപ്പോ നമ്മള് മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ദിവസത്തേക്ക് ഉള്ള പാസ് പോലെയാണ് നമുക്ക് തരാം. അത് അൺലിമിറ്റഡ് ടൈം നമുക്ക് ഇതില് യാത്ര ചെയ്യാം. ഈ ഒരു പാസില് ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ഒരു പാസ് തരും. ആ പാസ് വെച്ചിട്ട് നമ്മുടെ ഗോണ്ടോല ഇതിന്റെ ഉള്ളിലേക്ക് കേബിളിലേക്ക് കയറി കഴിഞ്ഞു. ഇപ്പൊ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം വളരെയധികം ഗോണ്ടോലകൾ വന്നും പോയി നിൽക്കാണ്. അപ്പൊ പ്രത്യേകമായിട്ട് ഈ ഗോണ്ടോലയിൽ കയറി പോകുന്നവർ തിരിച്ചു വരുന്നത് അതുപോലെ സ്കീയിങ്ങില് ആണ് തിരിച്ചു വരുന്നത്. അവർ സ്കീ ചെയ്ത് താഴോട്ട് വരും, വീണ്ടും ഇതിലേക്ക് കയറുന്നു, പോകുന്നു. അതാണ് ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ ഗോണ്ടോലയിൽ ഇരിക്കുകയാണ്. ഇതുപോലെ അവിടെ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കേബിൾ കാർ. അതുപോലെ തന്നെ 2-3 കമ്പനികൾ ഇവിടെ ഇതുപോലെ പോകുന്നുണ്ട്. അതിപ്പോ ചിലത് ഓപ്പൺ എയർ ആണ്. നമ്മുടെ ഒരു ക്ലോസ്ഡ് ഗോണ്ടാലയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഓപ്പൺ എയറിൽ പോകുന്ന മറ്റു ഇതുകളുണ്ട്, കേബിൾ കാറുകൾ മുകളിലേക്ക് പോകുന്നത്. പക്ഷെ വരുന്നത് ഇതുപോലെയുള്ള ഭയങ്കര പീക്കായിട്ടുള്ള ഇതിൽ കൂടെ പറന്ന് വരുന്നത് കാണാതാ. ഇങ്ങനെ സ്കീയിങ് ചെയ്ത് തിരിച്ചു വരുന്നവരെ കാണാം നമുക്ക്. അപ്പൊ നമ്മള് ഈ മാമത്ത് മൗണ്ടന്റെ ഹാഫ് വേ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹാഫ് വേ പോയിന്റിൽ അവിടെ കോഫി ഷോപ്പും മറ്റ് സോവിനിയേഴ്സ് ഒക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് നമ്മൾ ഉയരത്തിലേക്ക് പോകും. ഇപ്പൊ ഈ ഗോണ്ടാലയിൽ നമ്മൾ ഇപ്പൊ ഹാഫ് വേ പോയിന്റിൽ ഈ നമ്മുടെ ഗോണ്ടാല എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ചുറ്റും ഇങ്ങനെ കേബിളുകൾ വന്നും പോയി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഹാഫ് വേ പോയിന്റിൽ എത്തിയിട്ട് എന്താണെന്നുള്ളത് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഹാഫ് വേ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഹാഫ് വേ പോയിന്റിൽ ഒന്ന് ഇറങ്ങിയിട്ട് വീണ്ടും യാത്ര തുടരാം എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നോക്കട്ടെ, ഇത് തുറക്കുമെന്ന് അറിയില്ല. തുറക്കാണെങ്കിൽ ഹാഫ് വേ പോയിന്റിൽ ഒന്ന് നിർത്തി ഇവിടെ കറങ്ങി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും can I go later? Okay. Oh, thank you. അപ്പൊ നമ്മള് ഹാഫ് വേ പോയിന്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഹാഫ് വേ പോയിന്റിൽ ഇറങ്ങി ഒന്ന് കറങ്ങിയതിന് ശേഷം ഇതാണ് ഹാഫ് വേ പോയിന്റ്. നമ്മളൊരു പകുതി യാത്രയിൽ ഗോണ്ടാലകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. നമ്മൾ വന്നിട്ട് ഇനി വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമാണ്. അപ്പൊ നമ്മൾ ഗോണ്ടോല മാമത്ത് മൗണ്ടൻ ലേക്കിന്റെ, അതാണ് സിറ്റിയുടെ പേര്. അവിടെ ഹാഫ് വേ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ചായ, കാപ്പി, പിസ്സ, ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനിയും നമുക്ക് മുകളിലേക്ക് പോകാനുണ്ട്. ആ കാണുന്ന മുകളിലേക്ക് നമ്മൾ ഇനി വീണ്ടും പകുതി സ്ഥലത്ത് ഇറങ്ങി നിൽക്കുകയാണ്. ഇവിടെ നിന്ന് യാത്ര തുടരും. നമ്മൾ വീണ്ടും ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെയുള്ള സ്കീയിങ്, ഞാൻ പറഞ്ഞല്ലോ ഇത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കീയിങ് റിസോർട്ടാണ്. കാലിഫോർണിയയിലെ ഏറ്റവും പീക്കസ്റ്റ് ആണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇത് വേൾഡിൽ തന്നെ ഏറ്റവും പീക്ക് ഇതായിട്ടുള്ള സ്കീ റിസോർട്ടാണ് നമ്മളിപ്പോഴുള്ളത്. അവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്, ഇവിടെ നമുക്ക് കാണാവുന്നത് പോലെ ഭക്ഷണ സ്ഥാനങ്ങൾ, ഇവിടെ കോഫിയൊക്കെ കുടിച്ച്, ഇവിടെ ഒരു മെക്കോയ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്. അവിടെ നിന്ന് നമ്മൾ യാത്ര വീണ്ടും കണ്ടിന്യൂ ചെയ്ത് മുകളിലേക്ക് കയറാനാണ് നമ്മുടെ തീരുമാനം. കുറേ ഗോണ്ടാലകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടരുന്ന ഇതാണ്. വേറെ കമ്പനികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഗോണ്ടാലകളുടെ, വേറെ പലതരത്തിലുള്ള. നമ്മൾ മാമത്ത് എന്ന് തന്നെ പേരുള്ളൊരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.